ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നൈറ്റ് റൊട്ടീനും ഈവനിങ് റൊട്ടീനൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം ജോലികളുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പലഹാരം ഉണ്ടാക്കാത്ത കാരണം പിള്ളേർക്കൊരു ഒരു വിഷമം. അപ്പം ഞാൻ ഇന്ന് വെള്ളപ്പത്തിനൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട് രാവിലെ പോയപ്പോൾ കേട്ടോ. പാത്രങ്ങൾ മുഴുവനായിട്ട് എനിക്കങ്ങോട്ട് കഴുകി വയ്ക്കാൻ പറ്റില്ല. കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് വന്ന വഴി 7 മണി കഴിഞ്ഞ് വന്ന വഴി നമ്മുടെ കൊച്ചുകൂട്ടർ ചോറ് കൊടുത്ത് നായകൾ വരും. അപ്പോൾ അതിന് കുറച്ച് നേരം കാവലിരുന്ന് കഴിക്കാനായിട്ട് അത് പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാനായതിനും ഉള്ളതൊക്കെ രാവിലത്തെ മീൻകറിയും പയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കുറച്ച് ചോറുണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഒരു തലവേദന പോലെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ റെസ്റ്റ് എടുത്താൽ ശരിയല്ലോ. ആയത്തിൻ്റെ അച്ഛനെ ഫോൺ വിളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് കാരണം റെസ്റ്റ് എടുത്ത് നോക്കി, രക്ഷയില്ല, കിടന്ന് ഉറങ്ങണം. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ രാവിലെ ഞാനങ്ങനെ അപ്പോൾ ജോലികൾ ചെയ്യില്ല, 6 മണിക്കായിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ അത് കാരണം വൈകുന്നേരമാണ് ശരിക്കും ജോലികൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം. ഇന്ന് ബസ്സിൽ വെച്ചൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സൂര്യ എന്ന് പറഞ്ഞിട്ട്, പുത്തൂർ അങ്ങോട്ട് വീടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പറയും. ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കലേ നിർത്തിയില്ലേ, തുടങ്ങണം എന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കേട്ടെ എന്തായാലും ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ മാറ്റാം. കേക്ക് ഉണ്ടാക്കണേന് നമുക്ക് എന്തായാലും പുറത്തേക്ക് കൊടുക്കാൻ വെച്ചാൽ ലാഭമൊക്കെ തന്നെ, പക്ഷെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് പൈസ ചിലവാക്കി സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചാലാണ് കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാണ്ട് എളുപ്പപ്പണിയൊന്നും അതിൽ ചെയ്യാനില്ല. പൈസ നന്നായിട്ട് ചിലവാക്കണം, എന്നാലാണ് നല്ല കേക്ക് ഉണ്ടാവുള്ളൂ. കൊടുക്കുമ്പോൾ ഒക്കെ ലാഭമുണ്ട്, ഇല്ല എന്ന് പറയില്ല. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം എല്ലാം കൂടി കൂടില്ല, എല്ലാ പണികളും കൂടി. ഒന്നിലേ ജോലി നിർത്തണം, എന്തെങ്കിലും ചെയ്യണം. അപ്പം അതിപ്പോൾ ജോലി ഇപ്പം അങ്ങോട്ട് നിർത്തണം, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബായിട്ട് അങ്ങനെ പോകാമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴാണോ അതൊക്കെ സ്വപ്നങ്ങളൊക്കെ നടക്കുക അല്ലേ, നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ അംഗം തുടങ്ങാം. വെളിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ, വീഡിയോയിൽ ശരിക്കും വെളിച്ചില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങാം നമുക്ക് പരിപാടി. ആദ്യം തന്നെ വെള്ളയപ്പം അടുപ്പത്തിട്ടെ. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പരിപാടി തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാർത്തി വെച്ചിട്ടുണ്ട് 2 ദിവസത്തേക്കാണ് ഞാൻ എപ്പോഴും വെള്ളയപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും ആട്ടുമ്പോൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൂടുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകർത്താൻ വേണ്ടിയിട്ട് ആ ഡപ്പയിലുള്ള വലിയ പാത്രം എവിടെയാണെന്ന് നോക്കി അന്വേഷിച്ച് ചെന്നപ്പോൾ നമ്മുടെ ആദ്യത്തിൻ്റെ റൂമിൽ നിന്നാണ് കിട്ടിയത്. അപ്പം നോക്കിയപ്പം അതിനുള്ളിൽ ബിസ്ക്കറ്റും പാത്രം, പിന്നെ കുറേ ഗ്ലാസ്സുകളും പാത്രങ്ങളും ഒക്കെ മൈ ഹോമിലെ സിനിമയില്ലേ, അതിൽ നമ്മുടെ മഞ്ജു ഗ്ലാസ്സുകളൊക്കെ എടുക്കാൻ പോയില്ലേ, അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കേട്ടോ. മുകളിലേക്ക് ചെന്നാലും ആദ്യത്തിൻ്റെ റൂമിലേക്ക് ചെന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെ ഞാൻ പറയാറില്ല. നമ്മുടെ വീട്ടിലല്ലേ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്ര വലിയ കുഴപ്പമുള്ള മക്കളൊന്നും അല്ലല്ലോ. അപ്പോൾ സാരില്ലേ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണ്ടേ, അപ്പോൾ വേഗം ഒന്ന് തേച്ച് കഴുകി എടുക്കുകയാണ്. പിന്നെ ഞാനിത് പകർത്തി ആദ്യം തന്നെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവും, നമ്മൾ രാവിലെയല്ലേ വെച്ചത്, അപ്പോൾ ചൂടൊക്കെ അത്യാവശ്യമുള്ള ദിവസമല്ലേ, അപ്പോൾ നന്നായിട്ട് പൊന്തി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വലിയൊരു കലത്തിൽ, എപ്പോഴും ഈ ഒരു കലത്തിൽ നമ്മുടെ ചോറ് വയ്ക്കുന്ന കലമാണത്, അപ്പോൾ അതിലാണ് വയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ പോവില്ലല്ലോ, എൻ്റെ കുറേ പ്രാവശ്യം അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. അത് കാരണം വലിയ പാത്രത്തിൽ തന്നെ എപ്പോഴും വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളതിൽ ഇങ്ങനെ പകർത്തി അത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ. 2 ദിവസത്തെ കൂടുതലൊന്നും വെള്ളയപ്പത്തിൻ്റെ മാവൊന്നും എടുത്ത് വെച്ചാൽ നമുക്ക് ഭയങ്കര പുളിക്കും. അപ്പോൾ അതാ 2 ദിവസം മുന്നേ നമ്മളവിടെയൊക്കെ വൃത്തിയാക്കിയുള്ള അപ്പോഴേക്കും ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നിറയെ ഐറ്റംസ് വന്നു കേട്ടോ. അപ്പോൾ അതെന്താക്കൊന്നൊന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ സഞ്ചി അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ വേഗം വെള്ളയപ്പം ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കറി വയ്ക്കലും പാത്രങ്ങൾ കഴുകലും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെള്ളയപ്പത്തിൻ്റെ തീ കത്തിക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല രസത്തിൽ കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റിൽ നമുക്ക് എപ്പോഴും വെള്ളയപ്പം കിട്ടുക. ഹൈ ഫ്ലെയിമിലായാലും ലോ ഫ്ലെയിമിലായാലും അത്ര കുമിളകളൊന്നും വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. തീയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വെള്ളയപ്പത്തിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിയിക്കണമെങ്കിൽ നമുക്ക് മൊരിയിക്കാം. പഞ്ചസാര ഇത്തിരി മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മൊരിഞ്ഞത് കിട്ടും. പിന്നെ എപ്പോഴും ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ചൊക്കെ നേരം ഒന്ന് ചൂടാറിയാലും കുഴപ്പമില്ല, പക്ഷേ ദോശ ഉണ്ടാക്കണ പോലെ അപ്പം തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ. വെള്ളയപ്പത്തിന് ഇത്തിരി ആയാലും കുഴപ്പമില്ല. ആരോടാണ് ഞാൻ ഈ പറയണേ അല്ലേ, എല്ലാതും നല്ല എക്സ്പീരിയൻസ് ഉള്ള എന്നെ പോലുള്ള ആൾക്കാരോടല്ലേ പറയണത്. എന്നാലും പറഞ്ഞു പോട്ടെ, പുതിയ പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഒരു ഉപകാരമാവട്ടെ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ഒരു മസാലക്കറിയാണ് ഇന്ന് ഞാൻ വെക്കണത്. ഞാൻ പറയാറില്ല, ഇവിടെ അമ്മ വയ്ക്കാറുള്ള ഒരു കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് താനും, ഭയങ്കര സിമ്പിളാണ് താനും കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവോള, ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു ഇത്തിരി നാളികേരപ്പാലോ നാളികേരം അരച്ചതോ കൂടി ചേർക്കണം. ഇത്ര വേണ്ടോ. ഇത്തിരി മഞ്ഞപ്പൊടി, ഉപ്പും, തുണ്ട് മസാലപ്പൊടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനൊരു തരി ഇടും കേട്ടോ, ഒരു മസാല ഒരു ചെറിയൊരു ടേസ്റ്റിന് അത് വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതാ
എല്ലാം അരിഞ്ഞിട്ടു. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടി പോയോ എന്നൊരു ഡൗട്ട് അല്ലേ. ഒരു നുള്ള് മസാലപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കണ്ട് വേവിക്കാൻ വെച്ചു. 2-3 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ സവോളയൊക്കെ വഴറ്റി അങ്ങനെ വലിയ ഇതിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇവിടെ അമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഈസിയും ഏറ്റവും ടേസ്റ്റും ഉള്ളൊരു കറി ഇതായിട്ടാണ് എനിക്ക് തോന്നാറ്. പിന്നെ മീൻകറി കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ കറിയാണ് എനിക്ക് ഏറ്റവും ഞാൻ പഠിച്ചതിൽ ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നത് കേട്ടോ. മീൻകറി ഏറെക്കുറെ അങ്ങനെ വയ്ക്കും. എൻ്റെ അമ്മ എപ്പോഴും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് മീൻകറി വയ്ക്കുക. ഇവിടെ പക്ഷേ ഞാൻ നാളികേരം നമ്മുടെ വീട്ടിലില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ അനന്തപുരത്ത് നാളികേരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നാളികേരത്തിന് അത്ര കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ അത് കാരണം അവിടെ എപ്പോഴും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് വയ്ക്കുക. ഞാൻ ഇവിടെ എപ്പോഴും അരച്ചിട്ടാണ് വയ്ക്കുക. അങ്ങനെ അപ്പോൾ അതാ നാളികേരമൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കുറച്ചെങ്കിലും, അപ്പോൾ അതൊന്ന് തേച്ച് കഴുകി വെച്ച് നമ്മുടെ ഈ പാത്രം ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് 5 പോരാന്ന് തോന്നുന്നു. അതിൽ കൂടുതലായി ആ ഒരു പാത്രം വാങ്ങിച്ചിട്ട്. വൈറ്റാണ്, പക്ഷേ തേച്ച് കഴുകിയ നല്ല അടിപൊളി കളറുമാണ് കേട്ടോ. സൈഡിൽ അരിപ്പുള്ളത്, അരി കഴുകാനും ധാന്യങ്ങൾ കഴുകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കും. അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമായിട്ട് കിടക്കുന്നതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും, പ്രത്യേകിച്ച് ശ്രീകുട്ടൻ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത് ഉടച്ചിടുന്നത് കേട്ടോ. പിന്നെ അതൊരു കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നാളികേരം അരച്ചത് ഒരു ഇത്തിരി കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ നാളികേരം അരച്ചതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അരച്ച് കലക്കിയ പോലെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അവസാനം തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നൂലപ്പത്തിലേക്കും വെള്ളയപ്പത്തിലേക്കും പൂരിയിലേക്കും ചപ്പാത്തിലേക്കും ഒക്കെ പറ്റണ ഒരു കറിയാണ്. അപ്പം ഞാനപ്പം തന്നെ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഞാൻ ചോറുണ്ടിട്ടുണ്ടായിരുന്നു, അത് കാരണം വലിയ വിശപ്പൊന്നും എനിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട്, പക്ഷേ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാനങ്ങനെ ഒരെണ്ണെടുത്തൊന്ന് കഴിച്ചു. പിന്നെ ഇതാ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ ചുരിദാറുകളൊക്കെ മാറ്റി ഞാൻ കുറേ മീഷോന്നൊക്കെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുരിദാറുകൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഓണം കഴിഞ്ഞു ഇത്തിരി ആകുമ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാം. അപ്പോൾ ഇത്തിരി റേറ്റിൻ്റെ ചുരിദാർ മേടിക്കുന്നത് നല്ലതെന്ന് തോന്നി. എന്താ കാരണം എന്നറിയോ, ഞാൻ ഈ മീഷോയിൽ കാട്ടിലിട്ട് വെച്ചിരുന്ന ചുരിദാറുകളും കുറൊക്കെ ഞാൻ ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഇടുന്നതാണ്. അപ്പം അതിൽ കാണുന്ന ഭംഗിയോ ക്വാളിറ്റിയോ ഒന്നും ഇടുന്നവർ കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനേക്കാളും നല്ലത് എൻ്റെ പഴയ ചുരിദാർക്കെടുത്ത് തേച്ച് അത് തന്നെ ഇടണമെന്ന് എനിക്ക് തോന്നി. വാങ്ങിക്കാൻ വെച്ചാൽ ഇത്തിരി വിലയുടെ ഒക്കെ വാങ്ങിക്കുകയാണ് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ നോക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 200 താഴെയുള്ളതൊക്കെ നല്ല ചുരിദാറുകളാണ്. പക്ഷേ 100 രൂപയുടെ ഒന്നും വലിയ പോരാന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ സീമാസിൽ നിന്ന് 33 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 3 കിട്ടില്ലേ, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയും ശ്രീകുട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇടയ്ക്ക്. പക്ഷേ അവിടെ ഇപ്പോൾ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശരി കേട്ടോ. പിന്നെ അതിലുള്ളതാണ് ഈ 3 ചുരിദാർ. ഒന്ന് ഈ നീലമ വെള്ള പ്രിൻ്റ് വരുന്നതും, പിന്നെ മറ്റേ ലൈറ്റ് നീല, പിന്നെ ഞാൻ ഇട്ടിരിക്കണില്ല ആ ഒരു ചുരിദാർ കേട്ടോ. ഇട്ടിരിക്കുന്നത് തുണി അത്ര നല്ലതല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ ഭയങ്കര ടൈറ്റാണ്. ഇത് ഞാൻ ഷേപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ജോലിക്ക് മുമ്പ് ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ അത് ശ്രീകുട്ടനും ചേട്ടനും വന്നാണ് വിശന്നിട്ട് എന്തിട്ടുള്ളേ എന്ന് ചോദിച്ചിട്ടുള്ള വരവാണ് കണ്ടത്. അപ്പോൾ വെള്ളയപ്പം കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ആൾ വേഗം പോയി ഡ്രസ്സ് മാറാൻ പോയി. പിന്നെ ഡ്രസ്സ് മാറിയവർ പോയി കഴിച്ചു. ഞാൻ ഏതായാലും അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരണുള്ളൂ എന്ന് പറഞ്ഞു. കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ തേക്കലൊക്കെ കഴിഞ്ഞു, തുണികളൊക്കെ മടക്കലും കഴിഞ്ഞു. വാതിലുകളൊക്കെ ഒന്ന് അടച്ചിടാണ് കേട്ടോ. പിള്ളേർ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പം മുകളിലത്തെ വാതിലുകൾ ഞാൻ തുറന്നിട്ടതാണ്. അയൺ ചെയ്യുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ഫാനിട്ടാലും ഒക്കെ ചൂടും. അപ്പം ഞാൻ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടയ്ക്കുകയാണ്. പിള്ളേർ ചിലപ്പോൾ അതൊക്കെ മറക്കും. രാത്രി മഴ പെയ്ത ജനലുകൾ ഞാൻ കുറ്റിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അടിച്ച് അതൊക്കെ പൊട്ടിപ്പോയില്ലേ. അപ്പോൾ അതൊക്കെ അടച്ചും കാണിട്ട് പോന്നു. ഈ ജനലയുടെ പെയിൻറ്റിങ്ങൊക്കെ ഞാനും ചേട്ടനും കൂടി ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. വൈറ്റും ബ്ലാക്ക് കലർത്തി ചെയ്യണ ഒരു അപൂർവമാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫിനിഷിങ് കുറവ് അതിനുണ്ട്, എന്നാലും സൂപ്പറല്ലേ. അങ്ങനെ തുണികളൊക്കെ എടുത്ത് ഞാൻ താഴത്തേക്ക് പോയി. താഴത്ത് ചെന്നപ്പോഴേക്കും പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് ചേട്ടൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണിയിൽ എനിക്ക് അത്യാവശ്യം വയ്യാണ്ടായിട്ടോ, നല്ലോണം അയൺ ചെയ്യാണ്ടായിരുന്നു. തേക്കാന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ കൂട്ടുകാർക്ക്, ആ ചൂടേറ്റ് നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ വന്നിട്ട് ഇത്രയും നേരം ഞാൻ നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം വയ്യാണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അതൊന്ന് എടുത്തു വെച്ച് പിന്നെ ഞാൻ വേഗം ഒന്ന് കുളിച്ച് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ പരിപാടിയാണ് ഈ കാണിക്കണത്. ഹലോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
വലിയ ഗെറ്റഡ് വിത്തുമ്പിയൊന്നല്ല, സാധാരണ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്ന മാതിരി ഫൗണ്ടേഷനും അത് അത്രയൊന്നും ഇല്ല കേട്ടോ. എന്നാലും എൻ്റെ സിമ്പിൾ രീതിയിൽ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കാണുന്നുണ്ടാവും ഡിസ്കൗണ്ട് സൈഡിൽ ഇങ്ങനെ ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് കിടക്കും. ഞാൻ ഇപ്പോൾ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാട്ടോ, ഇപ്പോൾ വാങ്ങിച്ചതല്ല. ഷെയ്പ്പാക്കിയൊക്കെ കിട്ടിയത് ഇപ്പോഴാണ് മാത്രം. പിന്നെ ഇതിൻ്റെ കൂടെ പച്ച കളർ പാൻറ്റ് കേട്ടോ. എന്താ പച്ച കളർ നല്ല ചേർച്ച തോന്നി. മുന്നേ ക്രീമാണ് ഇട്ടിരുന്നത്, അപ്പോൾ ക്രീമാണ് നല്ലതെന്ന് വെച്ചിട്ട് ക്രീമ് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ ഇത് പണ്ടത്തെ പാൻറ്റ് ഷാൾ ഇരുന്നായിരുന്നതാണ്, ഞാൻ അലമാരയൊക്കെ ഒതുക്കിയപ്പോൾ കിട്ടി, കഴുകി തേച്ചെടുത്തതാണ് കേട്ടോ. ഈ 2 പാൻറ്റും ഷാളും കുറേ നാൾ മുന്നത്തെ. അപ്പോൾ കേടൊന്നുമില്ല. അപ്പോൾ ഇതിന് പെയർ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയിട്ട്. മറ്റേ ക്രീം ഇടുന്നേക്കാളും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് രണ്ടും ഇട്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കണ്ണെഴുതും കേട്ടോ, അധികം എഴുതില്ല. അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനാകെ പരത്തും. എഴുതിയോ എഴുതില്ലേ എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം, പോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. പൗഡർ ഇടാം. ഞാൻ പൗഡർ ഇടാറ്, പക്ഷെ നിറയെ കുരുവൊന്നും മുഖത്തൊക്കെ. അപ്പോൾ പറ്റാണ്ടായിട്ട് പിന്നെ പൗഡർ വേണ്ടെന്ന് വെച്ചു. ഒന്നും ഇടാറില്ല. പിന്നെ ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രീമോ നെയിൽ പോളിഷോ പൊട്ടോ അങ്ങനെയൊക്കെ ചേട്ടൻ ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരും. ഞാൻ പൈസ ചിലവാക്കുന്നത് വളരെ അപൂർവമാണ് കേട്ടോ. എൻ്റെ സാലറി ഞാൻ അങ്ങനെ പൊട്ടിക്കില്ല. അത് ഇന്നൊരു കാരണം, ഒരു കുറി വയ്ക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് വെക്കേണ്ടതായിരിക്കും. അപ്പോൾ അതങ്ങനെ തൊടില്ല. ചേട്ടൻ വാങ്ങിച്ച് തന്നാൽ മാത്രം ഇടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിങ്ങനെ ചേട്ടൻ്റെ കിട്ടിയത് കൊണ്ട് ഞാൻ ഇടുന്നു കേട്ടോ ഈ ക്രീം. അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഒരു പൊട്ടെടുത്ത് വെച്ച് അങ്ങനെയും പോവാറുണ്ട്. ഇന്ന് ഇടുന്ന രീതിയോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതി കൂട്ടുകാർക്കൊന്നും കാണിക്കുന്നു. എല്ലാവരും ചെയ്യണ്ടല്ലോ, അപ്പം ഞാനൊന്ന് ചെയ്യണം കേട്ടോ, അത്രയുള്ള. ഇങ്ങനെ ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ സൈഡിലുള്ള ഒരു അടയാളല്ലേ, അതൊക്കെ പോകും കേട്ടോ. എനിക്ക് അങ്ങനെ കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും പോയിട്ടുണ്ട് കുറച്ചാളായിട്ട്. അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് തലവേദനയുടെ ഒരാളാണ്. ഉറക്കക്കുറവുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ അസുഖമായിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴും തലവേദന വരും. അപ്പോൾ അമൃതാഞ്ചൻ വാരി പരട്ടണ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കാരണം എപ്പോഴും മുഖം കരുവാളിച്ചിരിക്കും കേട്ടോ. മുഖത്ത് മാത്രമല്ല, അത് ഇവിടെയൊക്കെ ഇങ്ങനെ തയ്ക്കും ചില നേരത്ത്, തീരെ വയ്യാത്ത നേരത്തൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈരും അരിപ്പൊടിയും കൂടിയും ഇടും. ഒരു 2-3 ദിവസം അടുപ്പിച്ചിടും കേട്ടോ. അല്ലാണ്ട് മുഖം വൃത്തികേടാവാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടിടണമെന്നല്ല, എനിക്കിങ്ങനെ മുഖം കണ്ണടനൊക്കെ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നിയാൽ ഞാനങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ മുഖത്ത് ഞാൻ അങ്ങനെ ഒന്നും അധികം പരട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ മുഖത്തിന് അങ്ങനെ ചുളിവുകളോ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല എൻ്റെ മുഖത്തിന്. പിന്നെ ഒരു പൊട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചന്ദനം തൊട്ടുണ്ട്. എന്ത് ചെയ്തില്ലെങ്കിലും ചന്ദനം തൊട്ടില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ചന്ദനം തൊട്ടാൽ ഒരു സമാധാനം കിട്ടണ പോലെ തോന്നും. പ്രായത്തിൽ ഞാൻ ചന്ദനത്തിൻ്റെ കാര്യം പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് ആദ്യം അവിടെ നിന്നും മേക്കപ്പിലാണ്. മുടി ഇരുന്നതാണോ മേക്കപ്പ് എന്നാണ് അവൻ്റെ ചോദ്യം. ചെറുതായിട്ടൊന്ന് സിന്ദൂരം വയ്ക്കുന്നുണ്ട്. അധികം വെച്ചാൽ ഞാനതൊക്കെ മുഖത്ത് പരത്തു കേട്ടാ, അങ്ങനത്തെ ആളാണ്. പിന്നെ അതാ ഒരു മാലിട്ടു. പിന്നെ ഇതാ ഒരു കമ്മൽ കേട്ടോ, ഒരു മെറ്റലിൻ്റെ പോലത്തെ കമ്മലാണ്. മുടി ഉണ്ടായിരുന്നു അല്ലേ. സൗണ്ട് വീഡിയോയിൽ കുറേ ആവും. ഞാനിങ്ങനെ തിരക്ക് കൂട്ടിയിട്ടേ കുറേ നാളായി ഒരു ഗെറ്റടി വിത്തുമ്മ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് സാധിക്കണില്ല. ഈ നേരമാകുമ്പോൾ തിക്കും തിരക്കാവും. ഇന്ന് കുറച്ചൊരു ടൈം കിട്ടിയത് കൊണ്ട് ഞാനൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ, അത്ര ഉള്ളൂ കേട്ടോ.
അതിനിടയ്ക്ക് ഇതാ അതിന് തന്നൊരു ബോഡി ലോഷൻ ഇട്ടായി. ഇപ്പം ഇത് കിട്ടിയ കാരണം കൊണ്ട് പറ്റണമെന്ന് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ വലിയ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഒക്കെ എനിക്ക് പിള്ളേർ പറഞ്ഞു തരുന്നതായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് അത്ര അറിവുള്ള ആളല്ല ഞാൻ. പിന്നെ അത്ര ഇഷ്ടമാണ് കേട്ടോ, മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്തോ അതിനങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുക്കാറില്ല. മേക്കപ്പ് വീഡിയോ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലേഖയുടെ കൂട്ടുകാർക്ക് ഞാൻ ചറവറാന്ന് സംസാരിച്ചിട്ട് ഇതിലിങ്ങനെ ഇത് ചെയ്യലും സംസാരിക്കലും കാരണമാണ് കേട്ടോ. ചെറുതായിട്ടൊന്നും അടിക്കുന്നുണ്ട്. ആദ്യത്തെ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടുകളാണ്. ചെറുതായിട്ട് അച്ചയ്ക്ക് തലവേദന വരും. ആകെ സ്മെല്ല നല്ല. തലമുടി വെട്ടാൻ കുറേ നേരമായില്ലേ? അപ്പം വരാട്ടാ. തലമുടി പ്രത്യേകിച്ചൊന്നും അങ്ങനെ കെട്ടലൊന്നും ഇല്ല കേട്ടോ. വലിയ കെട്ടലൊന്നും പറയില്ല. അതുപോലെ പിടിച്ചിട്ട് ഈ സ്ലൈഡ് ഇടും. കുറച്ച് കഴിയുമ്പോൾ ചുരുണ്ട് കയറി എൻ്റെ ഭംഗിയൊക്കെ പോകട്ടാ. ശരിക്കും പറയാച്ചാൽ എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യണം ഒരാഗ്രഹമാണത്. അപ്പം അതാ കഴിഞ്ഞു കേട്ടോ. ഷാളിടുക, റിലാക്സ് ചെയ്ത് പോകാൻ വേഗം ചെല്ലാനാണ് അവിടെ ആദ്യത്തെ പറയുന്നത് കേട്ടോ. ക്യാമറ സ്റ്റാൻഡുമ്പോൾ ഷാൾ പിടിക്കുക. ഈ ഷാളായതുകൊണ്ട് അങ്ങനെ കുത്തറം പരിപാടി അങ്ങനെയൊന്നും ഇല്ല. കമ്മൽ ശരിക്കും പറയാൻ വെച്ചൊരു വെള്ളക്കല്ല് വെച്ചതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ആദ്യം പറഞ്ഞ കാരണം ഇത് ഇട്ടതാ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, ജോലിക്ക് വിട്ടുതരാം. പിന്നെ ഇതാ ഒരു വാച്ചും കൂടി കേട്ടാ, ഇത് പറയാൻ മറന്നു. അപ്പോൾ ഓക്കെ. എനിക്ക് മുമ്പത്തെ ബസ്സിൽ പോകണം. മുമ്പത്തെ ബസ്സിൽ പോകണം, അങ്ങനെ അറിയുള്ളൂ. പേരൊന്നും അറിയില്ല. ഇപ്പം ഞാൻ ആദ്യത്തിന് ബസ് കയറാൻ നടന്നു. പോണ വഴിക്ക് ഇതാ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അത് ചേട്ടൻ്റെ ഇത് നമ്മുടെ ആദിത്യൻ ചേട്ടൻ്റെ മോളെയും കൂടി വഴിയിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി നടന്നു പോയി ബസ്സിൽ കയറി കേട്ടോ. വൈകുന്നേരം ഇന്ന് വെള്ളയപ്പം മുട്ടക്കറിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ മുട്ടക്കറി. ഒന്നൊരു സ്പെഷ്യൽ രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. അത് കാരണം ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ അത് കൂട്ടുകാർക്ക് കാണിക്കാം. അപ്പോൾ ഓക്കെ, ഇനി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വരാം കേട്ടോ. ഓക്കെ ബൈ.